കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിനെതിരെയുള്ള നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ഇമ്യൂണോളജിക്കലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രീ മാർക്കറാണ്, കറക്റ്റ് മാർക്കർ അല്ല, ഒരു പ്രീ ഡയബറ്റിക് ഓർ എ പ്രീ മാർക്കർ ഓഫ് ഡയബറ്റീസ് ഈസ് ലൈക്ക് ദിസ് ഒബിസിറ്റി. അപ്പോൾ ഒബിസിറ്റി വരുമ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ണം ഗ്ലാമറിൻ്റെ ഭാഗം മാത്രമായിട്ടല്ല, നാളെ you are predisposed to have a status of diabetes. So it is because of insulin resistance. So you must have other parameters of treatment. Okay, next regarding the rich food, then unlimited food. ഞാൻ നേരത്തെ പറഞ്ഞു ചക്കാത്ത കിട്ടണമല്ലേ, നമ്മൾ എന്തെന്നാലും കാശ് കൊടുക്കുന്നുണ്ട് പാർട്ടിക്ക്, അപ്പോൾ നമുക്ക് വലിച്ചു വരി തിന്നാം. അല്ല, കല്യാണത്തിന് വിളിച്ചതല്ലേ, നമ്മൾ കഷ്ടപ്പെട്ടു വന്നല്ലേ, നമ്മൾ വീട്ടിലെ എല്ലാ ഈ പറയുന്ന രീതിയിലുള്ള കറികളും പായസവും ഇറച്ചിയൊക്കെ വയ്ക്കുമോ? ഇല്ല, കിട്ടിയ സമയത്ത് വച്ചടിക്കുക. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള അൺലിമിറ്റഡ് ഫുഡ് ആൻഡ് ഫുഡ് ഈസ് കൺസിഡേർഡ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ്. വിശപ്പില്ല, എന്നാലും നീ ചെലവ് ചെയ്യുമല്ലേ, നമുക്ക് പോവാം, നമുക്ക് കൂടാമെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു അൺലിമിറ്റഡ് ഫുഡ് ആൻഡ് ഫുഡ് ഈസ് കൺസിഡേർഡ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ദർ ഈസ് നോ നീഡ് ഓഫ് എനി മാനുവൽ വർക്ക് ആൻഡ് മെഷീൻ വിൽ ഡു എവറിത്തിങ്. ശരിയല്ലേ? അരകല്ല് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? ഒലക്ക എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് വീട്ടിൽ? എല്ലാം ഈ പറയുന്ന രീതിയിൽ പാക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പിന്നെ നമ്മളുടെ വീട്ടിലാണെങ്കിൽ ധാരാളം ചാനലുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ജനറ്റിക് ആയിട്ടുള്ള ഒരു ഇമ്യൂണോളജിക്കൽ ഇൻകോമ്പിറ്റൻസി either maybe in the form of insulin resistance or maybe because of some other hormonal imbalance, especially like that of hypothyroidism or Cushing's syndrome or so-called diseases. And more than that, our lifestyle. നമ്മൾ ഈ പറയുന്ന രീതിയിൽ പണ്ട് ദാരിദ്ര്യം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമായിരുന്നു. ഇന്ന് ദാരിദ്ര്യമല്ല പ്രശ്നം, ഇന്ന് അമിത ഭക്ഷണമാണ്. ഇന്ന് ഭക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഭക്ഷിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഓവർ ഇൻ്റലിജൻസ് ഓർ ഓവർ കോണ്ടാക്ട്സ് വിത്ത് ദ ഹൈ കാലറിക് ഫുഡാണ് ദ മെയിൻ കോസ് ഓഫ് ഒബെസിറ്റി. ഞാനിതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഓർ വി ഹാവ് ടു എഡ്യൂക്കേറ്റ് അവർ പേഷ്യൻസ്, നോട്ട് ബൈ സിംപ്ലി ഗിവിങ് സം ഫൈറ്റ്ലക്കബെറി ഓർ കൽക്കേരിയ കാർബ് or thyroidnum. You cannot reverse your status of your patient. You can reverse your status only by adjusting like this lifestyle. And to advise your patient, we must have a thought like this. So we must have to inquire while case taking. നമ്മുടെ മനസ്സിൽ കേസ് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, പേഷ്യൻ്റ് പറയുന്ന സിംറ്റം മാത്രമാണ് നമ്മുടെ മനസ്സിൽ, പക്ഷേ പേഷ്യൻ്റ് അങ്ങോട്ടും കൂടി പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളാണിത്. ഈ പറയുന്ന രീതിയിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അപ്പോൾ ഇതിനുണ്ടാകാവുന്ന കാരണങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. വി ഹാവ് ടു ടീച്ച് അവർ പേഷ്യൻസ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു സെറ്റപ്പ് ദാറ്റ് വിൽ കോസസ് ഒബെസിറ്റി ആൻഡ് അതർ കോസസ് ആർ മെയിൻലി ദ എൻഡോക്രൈനൽ കോസസ് ആസ് ഐ earlier mentioned, hypothyroidism and Cushing's syndrome and adiposogenital syndrome. That means the total fat is accumulated in the genital areas. Then it may be because of, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, any single or polygenic mutations. ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു ഡോക്ടറെ, പക്ഷെ ആ പനിക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു ചിക്കൻ ഗുനിയയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഇതിന് ശേഷം എന്ന് പറയുന്ന രീതിയിൽ, അല്ല എന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞപ്പിത്തം വന്നു, ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് or excitation of, it may be a microbial or it may be a chemical or it may be a physical one. When it affects our genes and because of the genetic mutations, the person may become obese. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കാര്യകാരണങ്ങൾ നമ്മൾക്കും കൂടി ആ ഒരു അറിവുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു മാനേജ് എ കേസ് ഓഫ് ഒബെസിറ്റി. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു കോൺസിക്വൻസ് എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ ഓൺ എക്സാമിനേഷൻ ഓഫ് BP, the patient will have a high blood pressure, and on examination of his blood he may having some hyperlipidemia, or on examination of his other system ഇതിനൊന്നും ആയിരിക്കില്ല പേഷ്യൻ്റ് വന്നിരിക്കുന്നത്. Now the patient presenting complaint is a sense of oppression in chest or a sense of heaviness in chest, അല്ലെങ്കിൽ a sense of shortness of breath. എന്തായിരിക്കാം? It may be because of any spasms or any complete or incomplete occlusion of either of his coronary arteries, അല്ലേ?
the so-called ischemic heart diseases as angina pectoris or myocardial infarctions. And he may not have a typical symptoms of angina, or he may not have a typical symptom of myocardial infarction. He may only have a sense of shortness of breath or a heaviness of chest. അപ്പോൾ ഇത് മാത്രമായിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യന്റ് നോക്കുമ്പോഴായിരിക്കാം, if you are having a keen observations, then only we can evaluate that the patient is suffering from hyperlipidemia, patient is suffering from hypertension. എന്തുകൊണ്ടാണ്? All these lipids or the materials or the constitution of the blood, it causes clogging in the blood vessels. If it affects our heart, then the presenting complaint may be in the form of angina pectoris or myocardial infarction or other forms of coronary abnormalities. And when it affects the brain, അല്ലേ, നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ തന്നെ there may be a possibility of brain attack. ബ്രെയിനിൽ ഉണ്ടാകുന്ന വെരി സ്മോൾ ആയിട്ടുള്ള വെസലുകളിൽ ഈ പറയുന്ന രീതിയിലുള്ള atherosclerosis, when it affects in a very low level, it is known as mini stroke or transient ischemic attacks, അല്ലേ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ്, സർ ഐ എം ഹാവിങ് ഓൺലി എന്താണ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം വയസ്സ് 40 കഴിഞ്ഞു, അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ളൊരു നമ്മുടെ ലെൻസിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഒരു കണ്ണട വെച്ചു, ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, പിന്നെയും ഞാൻ കണ്ണട വെക്കുന്നു, പിന്നെയും കുഴപ്പമില്ല, പിന്നെയും കണ്ണട വെച്ചിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. എന്താ സംഭവിക്കുന്നത്? The same atherosclerotic changes may be occurred already in our retinal vessels or minute capillary venular blockage. It is only because of our lifestyle, and the PC of the patient is just simple blurry vision or dim vision, അല്ലേ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അതേപോലെ renal artery stenosis, the same pathology may affects our kidneys. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും there may be occlusion of renal artery or stenosis or complete blockage. It causes either acute renal failure or chronic renal failure, and the failure of the renal system may be first expressed in the form of hypertension because of the disturbed hormonal balance of regulated by the kidneys. So ഈ പറയുന്ന രീതിയിൽ ഒരു വണ്ണം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത്രത്തോളം പ്രശ്നം, കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് ഹൈപ്പർടെൻഷനാണ്, നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് മയോകാർഡിയൽ ഇൻഫാർക്ഷനാണ്, നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് റീനൽ ഫെയിലറിനാണ്, ഇല്ലേ, അല്ല നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് സിംറ്റം ഓഫ് കോസ്റ്റിക്കം, പാരാലിസിസ് ഓർ പാരസ്തറ്റിക് ഫീലിംഗ് ഓഫ് സിംഗിൾ പോട്ട്സ്, ഇല്ലേ, അല്ലെങ്കിൽ ജൽസീമ, ഈ പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ പേഷ്യൻറ്റിന് ഉണ്ടാവാതിരിക്കാൻ, കാരണം വെച്ച് കഴിഞ്ഞാൽ വി ആർ നോട്ട് ഹാവിങ് ദാറ്റ് മച്ച് മെക്കാനിക്കൽ സപ്പോർട്ട്, ഇല്ലേ, ഒരു കത്തീറ്റർ ലാബിലുള്ള ഒരു കത്തീറ്ററൈസേഷനോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നെഫ്രോളജി ലാബിലുള്ള ഒരു ഹീമോഡയാലിസിസോ അല്ലെ പെട്രോണിയൽ ഡയാലിസിസോ നമ്മുടെ കയ്യിലുണ്ടോ? അപ്പോൾ നമ്മുടെ പേഷ്യൻസ് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ലെവലിലേക്ക് ഒരു ഇസ്കീമിക് സ്റ്റാറ്റസ് വരാനോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരട്ടെ, എന്നിട്ട് ഞാൻ അയാൾക്ക് ക്രട്ടീജസ് കൊടുക്കാം, എന്നിട്ട് ഞാൻ അയാൾക്ക് ഡിജിറ്റലിസ് കൊടുക്കാമെന്ന് പറയുന്നതിന് പകരം നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ ഏജും സെക്സും അയാളുടെ ഈ പറയുന്ന രീതിയിലുള്ള പാരാമീറ്ററുകൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് അയാളെ നല്ല രീതിയിൽ ഇൻട്രോഗേറ്റ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ നമ്മൾക്ക് അവിടെ പിടിച്ചു നിൽക്കാം. ഒരു അക്യൂട്ട് ഡിസീസ് വന്നു കഴിഞ്ഞാൽ പനി വന്നു കഴിഞ്ഞാൽ പനി മാറ്റുക എന്ന് പറയുന്നതാണ് അവസ്ഥ, ഇല്ലേ. പനി വന്നു കഴിഞ്ഞിട്ട് അത് ഒന്നുകൂടി കുളമായി കഴിഞ്ഞിട്ട് തലച്ചോറ് തകർന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് തലച്ചോറിന് വേണ്ടിയിട്ട് നല്ല ബോത്രോപ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഓൺലി ഓൺ ദ വെയിറ്റ് ഓഫ് ദ പേഷ്യൻറ്റ് ഓർ ഓൺലി ബിക്കോസ് ഓഫ് ദ ഒബേസിറ്റി ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. And the same pathology may be seen in deep veins. Deep veins means the peripheral blood vessels, and it is known as thromboangiitis obliterans. നമ്മളുടെ ഏതാ പറയുക, നമ്മൾ ഞരമ്പ് തടിച്ചു കിടക്കുന്നു ഡോക്ടർ എന്നൊക്കെ പറയാറില്ലേ, ഈ പറയുന്ന രീതിയിൽ ഇൻ ദ ഫോം ഓഫ് വെരിക്കോസിൽ ഓർ അതേപോലെ തന്നെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് എന്ത് സിംറ്റം പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് കോളേജിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് സിംറ്റം ആയിരിക്കാം പേഷ്യൻറ്റ് പറയുന്നത്? ഏതാ, എങ്ങനെ പറഞ്ഞോളൂ. നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന പേഷ്യൻറ്റ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആയിട്ട് വന്ന പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ only the pain, especially in the calf muscles and especially in the sole of the feet, and the pain will relieve when the patient is sitting. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കും. That indicate a sluggish blood circulation to the lower extremities. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഇതെല്ലാം വേഗല്ലേ നമ്മൾക്ക്, ഇല്ലേ? ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ബി പി കൂടിയ നമ്മൾ എന്ത് ചെയ്യും? വിൽ സിംപ്ലി പ്രിസ്ക്രൈബ് അവർ ഓൾഫിയ,
ഓർ ബെറാറ്റാമ്യൂർ ഓർ ലാക്കേസിയസ് ഇല്ലേ? അപ്പോൾ വിത്തൗട്ട് കൺസിഡറിങ് ഈ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹൈപ്പർലിപ്പിഡീമിയ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ പ്രിസ്ക്രൈബ് അലിയംസെറ്റൈവ ഓർ ഗ്ലൈസറിയ ഇല്ലേ? ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും മരുന്നുകൾ നമ്മൾ കൊടുത്ത് നമ്മളും ഒരു പരിധിവരെയും അലോപ്പതിക് സ്റ്റൈലിലേക്കാണ്.